നൗഷാദ് ഭായ്, KFC-നെ കുറിച്ച് നിങ്ങൾക്ക് എന്തോ ഒരു കഥ പറയാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. KFC-ന്റെ മുമ്പിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. എന്താണ് കഥ പറയാനുള്ളത്? അനുഭവങ്ങൾ കുറെ ഉണ്ടാവും. അതെ, അങ്ങനെ പണ്ട് ഈ റൂട്ടായിരുന്നു നമ്മൾ ഡെയിലി കോസ്മോ ട്രാവൽസിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് പണി കഴിഞ്ഞിട്ട് ഇതിലായിരുന്നു ഇങ്ങനെ നടന്നു പോകും. അപ്പൊ നല്ലൊരു തണുപ്പ് സമയം. തണുപ്പ് സമയത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ KFC-യുടെ അകത്ത് ഇങ്ങനെ നല്ലൊരു മണം അടിച്ചില്ല. KFC ചിക്കന്റെ ഫ്രൈഡ് ചിക്കന്റെ ഫ്രൈ ചെയ്യുന്ന ഒരു മണം ഇങ്ങനെ അടിച്ചു. അപ്പോഴത്തേക്ക് അത് തിന്നാൻ ഭയങ്കര കൊതി. കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല, ശമ്പളമൊന്നും കിട്ടാറായിട്ട്. അങ്ങനെ ഇവിടെ ഇങ്ങനെ നടന്ന് പോയപ്പോ ആലോചിച്ചു എങ്ങനെയെങ്കിലും KFC തിന്നണമല്ലോ. അങ്ങനെ ആലോചിച്ചു പിന്നെ കോസ്മോടെ ഇവിടുത്തെ ഓഫീസുണ്ട്, അതൊക്കെ ഇങ്ങനെ ഫോൺ ചെയ്തു. നിസാർക്കായ ഓർമ്മ. അങ്ങനെ നിസാർക്കാക്ക് അന്ന് നെഹ്ദയിൽ ഒരു റെസ്റ്റോറന്റിൽ ഡെലിവറി ഒക്കെ ചെയ്യും. മൂപ്പര് ഞാൻ എംപോസിലായിരുന്നു, അപ്പൊ ഡെലിവറി ചെയ്യുന്ന പണി. അപ്പൊ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, നിസാർക്ക ഒരു KFC തിന്നാൻ എന്താണ് വഴി? അപ്പൊ നിസാർക്ക മോൻ എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് സാധിച്ചു തരും. അങ്ങനെ ഞാൻ തിരിച്ചൊരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പണി കഴിഞ്ഞ രാത്രിയിൽ ടൈപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് 12 മണിക്കാണ് നിസാർക്കായും വരുന്നത് റൂമിൽ. അപ്പൊ രണ്ട് കയ്യിലും KFC ആയിട്ട് വരുന്നു. ഞാൻ ചോദിച്ചു ഇതെങ്ങനെ സാധിച്ചു? നിസാർക്ക ഒരു കഥ പറഞ്ഞു. അപ്പൊ മൂപ്പര് ഈ ഡെലിവറി ചെയ്യാൻ പോകുന്ന ബൈക്കിലല്ലേ പോകുന്നത്. അപ്പൊ അതുപോലെ ബൈക്കുകാർക്കുള്ള ഒരു സ്വത്തുണ്ട്, വേറെ ബൈക്കുകാരായിട്ട് കമ്പനിയാവും. അപ്പോ KFC-യുടെ ഡെലിവറി ചെയ്യുന്ന 2-3 ആൾക്കാരായിട്ട് കമ്പനി ഉണ്ട്. അങ്ങനെ മൂപ്പർക്ക് എന്ന് 2 ബിരിയാണി ഉണ്ട് അവിടുന്ന് കൊണ്ടുവരുന്ന ബിരിയാണി. അപ്പൊ വരുന്ന വഴിക്ക് KFC-യുടെ അവിടെ നിർത്തിയിട്ട് ഈ ബിരിയാണി എന്ത് ചെയ്തു, KFC-യുടെ ഡെലിവറിക്കാരന് കൊടുത്തിട്ട് മൂപ്പര് 2 KFC എടുത്തു. മൂപ്പർക്ക് ഭയങ്കര സന്തോഷം. എന്നും KFC എന്നിട്ടേ മൂപ്പര് അടുത്തിരിക്കുകയാണ്. അപ്പൊ ബിരിയാണി കിട്ടിയപ്പോ മൂപ്പർക്ക് സന്തോഷം, ഒന്നും കഴിക്കാനും എനിക്ക് സന്തോഷം. അങ്ങനെ ഈ KFC-യുടെ മുമ്പേ എപ്പോഴും നടന്നു പോയാലും ഈ കഥ എനിക്ക് ഓർമ്മ വരും. എപ്പോഴും ആ KFC-യുടെ മണവും അന്ന് കഴിച്ചതിന്റെ രുചിയും എനിക്ക് ഓർമ്മ വരും. അപ്പൊ ഇങ്ങനെ നടന്നു പോയപ്പോ നാസർഭായി ചോദിച്ചപ്പോഴേ വലിയ രസകരമായിട്ടുള്ള പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിസാർക്ക ഇത് കാണാം. താങ്ക് യു നിസാർക്ക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.